ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂൺ 8 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ ജനസംഖ്യ എത്ര കോടിയായി എന്നാണ് യുണൈറ്റഡ് നേഷൻ ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസിന്റെ റിപ്പോർട്ട്. ഉത്തരം 144.17 കോടി. ജനസംഖ്യയിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ്. 142.5 കോടിയുമായി ചൈന രണ്ടാം സ്ഥാനത്ത്. UNFPA തയ്യാറാക്കിയ ലോക ജനസംഖ്യയുടെ സ്ഥിതി 2024 എന്ന റിപ്പോർട്ട് പ്രകാരമാണ് കണക്കുകൾ. ഇന്ത്യയിൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സും സ്ത്രീകളുടേത് 74 വയസ്സുമാണ്. 77 വർഷം കൊണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ ഇരട്ടിയായെന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ ജനസംഖ്യയിൽ 24% പേർ 14 വയസ്സ് വരെ പ്രായമുള്ളവരും 17% പേർ 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ളവരുമാണ്. ടൈം മാഗസിന്റെ ലോകത്തെ ഏറ്റവും സ്വാധീനശേഷിയുള്ള 100 വ്യക്തികളുടെ സൂചികയിൽ എത്ര ഇന്ത്യക്കാരാണ് ഇടം പിടിച്ചത്? ഉത്തരം 4. ലോകബാങ്ക് അധ്യക്ഷൻ അജയ് ബംഗ, ബോളിവുഡ് നടി ആലിയ ഭട്ട്, ഗുസ്തി താരം സാക്ഷി മാലിക്, മൈക്രോസോഫ്റ്റ് CEO സത്യ നദേല എന്നിവരാണ് അവർ. ലോകത്ത് ജീവിച്ചവയിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിൻ്റെതെന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ കച്ചിൽ. IIT റൂർക്കയിലെ ഗവേഷകരാണ് കണ്ടെത്തൽ നടത്തിയത്. 4.7 കോടി വർഷം മുൻപ് കച്ചിലെ ചതുപ്പ് നിലയങ്ങളിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതുന്ന പാമ്പിന് വാസുകി ഇൻഡിക്കസ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. 27 അസ്ഥികൾ വിശകലനം ചെയ്താണ് ഫോസിലിന്റെ പഴക്കം നിർണയിച്ചത്. 2005 ഗവേഷകർ ഫോസിൽ കണ്ടെത്തിയത്. കണ്ടെത്തലുകൾ സയന്റിഫിക് ജേർണലിൽ പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം ഫിലിപ്പീൻസ്. 2022 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച $37.5 കോടി കരാർ പ്രകാരമാണ് കൈമാറ്റം. ലോക കരൾ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 19. ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന് ബഹുമതി നേടിയത്? ഉത്തരം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദോഹ. 12 വർഷം ഒന്നാം സ്ഥാനത്ത് നിലകൊണ്ട സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തെ പിന്തള്ളിയാണ് സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് 2024 സൂചികയിൽ ഹമദ് ഒന്നാമതെത്തിയത്. 2014 ഹമദ് വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത്. സിയോളിലെ ഇഞ്ചിയോൺ ആണ് 3-ാം സ്ഥാനത്ത്. ഏറ്റവും മികച്ച കുടുംബ സൗഹൃദ വിമാനത്താവളം കൂടിയാണ് ഇഞ്ചിയോൺ. 36-ാം സ്ഥാനത്തുള്ള ഡൽഹിയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 50 സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഏക വിമാനത്താവളം. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ? ഉത്തരം നളിൻ പ്രഭാത്. ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീന് സമ്പൂർണ്ണ രാഷ്ട്രപദവി നൽകുന്നതിനായി രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്തത്? ഉത്തരം USA. 15 അംഗ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ 12 രാജ്യങ്ങൾ പിന്തുണച്ചു. ബ്രിട്ടനും സ്വിറ്റ്സർലൻഡും വിട്ടുനിന്നു. പാലസ്തീനെ 194-ാം അംഗരാജ്യമായി അംഗീകരിക്കുന്നതിനുള്ള പ്രമേയം 193 അംഗ പൊതുസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് രക്ഷാസമിതി പരിഗണിച്ചത്. 2011 സമ്പൂർണ്ണ രാഷ്ട്രപദവിക്ക് വേണ്ടിയുള്ള അപേക്ഷ പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് UN-ൽ സമർപ്പിച്ചത്. പ്രസാർ ഭാരതിയുടെ ഭാഗമായുള്ള ദേശീയ വാർത്താ ചാനലായ
ദൂരദർശൻ ന്യൂസിന്റെ ലോഗോയുടെ നിറം എപ്രകാരമാണ് അടുത്തിടെ മാറ്റിയത്? ഉത്തരം ചുവപ്പിൽ നിന്ന് കാവിയിലേക്ക്. ലോഗോയ്ക്കൊപ്പം സ്ക്രീനിംഗ് നിറവും കാവിയാക്കിയിട്ടുണ്ട്. ലോക ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നതാണ് 2024 ദിനാചരണ വിഷയം. കരയിലും കടലിലും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യം മൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കും. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത്? ഉത്തരം പ്രഗ്യ മിശ്ര. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ചുമതല. സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയും ഗാനരചയിതാവുമായിരുന്ന ഏത് വ്യക്തിയുടെ ജനശതാബ്ദി ദിനമായിരുന്നു 2024 ഏപ്രിൽ 21? ഉത്തരം പി. ഭാസ്കരൻ. 1924 ഏപ്രിൽ 21 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ജനനം. സ്വാതന്ത്ര്യ സമര സേനാനി, കവി, ഗാനരചയിതാവ്, പത്രാധിപർ, നടൻ, ചലച്ചിത്ര സംവിധായകൻ തുടങ്ങിയ നിലകളിൽ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. 1950 ചന്ദ്രിക എന്ന സിനിമയ്ക്കു വേണ്ടി ചൊരിയുക മധുമാധുരി എന്ന ഗാനം രചിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്തെത്തി. 1954 രാമു കാര്യട്ടുമായി ചേർന്ന് നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തു. ചിത്രത്തിലെ പോസ്റ്റ്മാൻ ശങ്കരൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ ചിത്രം കൂടിയാണ് നീലക്കുയിൽ. 47 സിനിമകൾ സംവിധാനം ചെയ്തു. 11 ചിത്രങ്ങൾ നിർമ്മിച്ചു. വയലാർ ഗർജിക്കുന്നു, ഒറ്റ കമ്പിയുള്ള തമ്പുരു, ഒസ്യത്ത്, ഓർക്കുക വല്ലപ്പോഴും, പാടുന്ന മൺതരികൾ തുടങ്ങിയവ കൃതികൾ. 1994 ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ.സി. ഡാനിയൽ പുരസ്കാരം നേടി. 2007 ഫെബ്രുവരി 25 അന്തരിച്ചു. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതയായ നൈമ ഖാത്തൂനിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം ഈ സർവകലാശാലയുടെ ആദ്യ വനിതാ വിസി. ഇന്ത്യ വിരുദ്ധനായ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയൂസു നയിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് രാജ്യത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിച്ചു. കക്ഷിയുടെ പേര്? ഉത്തരം പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്. 6.5 വർഷക്കാലം ലെബനനിൽ ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ തടവിൽ കഴിഞ്ഞ US മാധ്യമ പ്രവർത്തകൻ ഏപ്രിൽ 21 അന്തരിച്ചു. പേര്? ഉത്തരം ടെറി ആൻഡേഴ്സൺ. വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന്റെ പശ്ചിമേഷ്യ ലേഖകനായിരിക്കെ ലെബനനിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ ആൻഡേഴ്സൺ 1985 ഹിസ്ബുള്ളയുടെ പിടിയിലായത്. 1991 മോചിതനായി. കാൻഡിഡേറ്റ്സ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതി നേടിയ ഇന്ത്യയുടെ കൗമാരത്താരം? ഉത്തരം ഡി. ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ് ചെസ് ജേതാവായ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് തമിഴ്നാട്ടുകാരനായ ദൊമ്മരാജു ഗുകേഷ്. കാനഡയിൽ ടൊറോണ്ടോയിൽ നടന്ന മത്സരത്തിലാണ് ഗുകേഷ് മുൻനിര താരങ്ങളോട് ഏറ്റുമുട്ടി ജേതാവായത്. 22-ാം വയസ്സിൽ കാൻഡിഡേറ്റ് ചെസ് ജയിച്ച റഷ്യൻ താരം ഗ്യാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുകേഷ് മറികടന്നത്. ഈ വർഷം ഒടുവിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ജേതാവായ ചൈനീസ് താരം ഡിംഗ്ലറിനും ഗുകേഷ് മത്സരിക്കും. കാൻഡിഡേറ്റ്സ് ജേതാവിന് ഏകദേശം
5 ലക്ഷം രൂപയാണ് സമ്മാനം. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.